വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൂടി ജനങ്ങൾക്ക് നഷ്ടമാകുന്ന സാഹചര്യമാണ് എന്ന് മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ തുറന്നു പറയുകയാണ്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും സംശയത്തിന്റെ നിഴലിലാകുന്ന അത്യപൂർവ നിമിഷമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് വലിയ തോതിൽ ഇപ്പോൾ BJPക്ക് വേണ്ടി കുഴലൂതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിണാമമാണ് അദ്ദേഹം ആന്തോളൻ ജീവികൾ എന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞതിന് സമാനമായി രാജ്യത്തെ അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പറഞ്ഞത്. സൂര്യകാന്ത് എന്തിന്റെ പേരിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്? അദ്ദേഹം രാജ്യത്തെ ഭരണഘടനയുടെ കസ്റ്റോഡിയനാണ് എന്നിരിക്കെ ആ ഭരണഘടനയെ നോക്കി കൊഞ്ഞനം കുത്തുകയല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ചീഫ് ജസ്റ്റിസ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ അംഗത്വം വേണമെന്ന് വാദിച്ചത് കോൺഗ്രസ് ആണ്. എന്നാൽ സുപ്രീം കോടതിക്ക് പരമാധികാരം ഒന്നും തന്നെ ഇല്ല എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിനുവേണ്ടി വെള്ളം കോരേണ്ട എന്നും പറഞ്ഞ് പരിഹസിച്ചത് സംഘപരിവാറും BJP സർക്കാരുമാണ്. പരമാധികാരത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ BJPയുടെ പ്രതിനിധി എന്ന രീതിയിൽ തന്നെയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി വലിയ രീതിയിൽ സഞ്ജയ് ഖന്നയോടും BR ഗവയിയോടും കൊമ്പ് കോർക്കാൻ ശ്രമിച്ചത്. അതൊക്കെ വ്യർത്ഥമായി പോയി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാന രീതികളെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് വീണ്ടും പ്രസക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല രീതിയിലുള്ള ചെയ്തികളെക്കുറിച്ചും ഈ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ സംശയമുണ്ട്. EVMിലൂടെ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നുള്ളത് തെളിവ് സഹിതം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ പരിഹസിക്കുകയും പ്രതിപക്ഷ നേതാവിനെ തേജോവധം ചെയ്യുമെന്നും അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞ് BJPയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. നേരത്തെ യശ്വന്ത് വർമ്മയെ പോലുള്ളവരെ സംരക്ഷിക്കാൻ അദ്ദേഹം എടുത്ത കരുതൽ നടപടികളെക്കുറിച്ച് അദ്ദേഹം ജഡ്ജിയായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ വിധികൾ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സംഘപരിവാറിന് അനുകൂലം തന്നെയാണ് ഈ ജഡ്ജി തുടക്കം മുതലേ എന്ന് വ്യക്തമായ സാഹചര്യങ്ങൾ കോൺഗ്രസ് തെളിവ് സഹിതം കൊണ്ടുവന്നിരിക്കുകയാണ്. സഞ്ജയ് ഖന്നയോ അതല്ലെങ്കിൽ BR ഗവായിയോ അല്ല ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അവർ രണ്ടുപേരും തെളിച്ച നേരിൻ്റെയും നെറിയുടെയും പാത എന്നേ വെട്ടിമൂടപ്പെട്ട് കഴിഞ്ഞു.